ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന വെരി പദത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ഇത് വെരി വെച്ചുകൊണ്ടുള്ള ആവർത്തന വിരസത പോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഹീസ് വെരി സ്മാർട്ട്. ഈ വെരി എന്നുള്ള വാക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്വയറ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ വെരിയുടെ അതേ അർത്ഥം തന്നെ വരുന്നുണ്ട്. QUITE ആണ് ഇതിൻ്റെ സ്പെല്ലിങ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. വെരിക്ക് പകരം നമുക്ക് റാദർ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം എന്ന് കാണിക്കുന്ന സാഹചര്യങ്ങളിലാണ് പൊതുവെ റാദർ ഉപയോഗിച്ച് വരുന്നത്. മൂന്നാമത്തത് ഹീസ് നോട്ട് വെരി സ്മാർട്ട്. ഹീസ് നോട്ട് ദാറ്റ് സ്മാർട്ട്. ഹീസ് നോട്ട് ദാറ്റ് സ്മാർട്ട്. അത്രയ്ക്ക് സ്മാർട്ട് അല്ല എന്നാണ് പറയുന്നത്. നാലാമത്തത് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഇറ്റ് ഈസ് പ്രെറ്റി ഇൻട്രസ്റ്റിംഗ്. സോ പ്രെറ്റിക്ക് ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫുൾ എന്ന അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ അർത്ഥം വരുന്നത് വളരെ എന്നുള്ളതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ വരുന്ന ഹിസ് സ്റ്റൈൽ ഈസ് ഡാഷ് സൂപ്പർബ്. ഹിസ് സ്റ്റൈൽ ഈസ് സിംപ്ലി സൂപ്പർബ്. സിംപ്ലി സൂപ്പർബ് വളരെ എന്ന അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. വളരെയധികം നല്ലത് എന്ന അർത്ഥത്തിൽ. അവസാനത്തത് ദാറ്റ് ഇസ് നോൺസെൻസ്. ദാറ്റ് ഇസ് ഷിയർ നോൺസെൻസ്. ദാറ്റ് ഇസ് ഷിയർ നോൺസെൻസ്. ദാറ്റ് ഇസ് ഷിയർ നോൺസെൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു. ഹാപ്പി പ്രാക്ടീസ്.